നമസ്കാരം. വ്യാജപ്രായം നൽകി ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് സൃഷ്ടിക്കുന്നത് ഇനി അത്ര എളുപ്പമാവില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം കൂടുതൽ സുരക്ഷിതമാക്കാൻ മാതൃകമ്പനിയായ മെറ്റ ഒരു വലിയ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ യഥാർത്ഥ പ്രായം കണ്ടെത്താൻ മെറ്റ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഉപയോക്താവ് തന്റെ പ്രായം 18 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ നിരീക്ഷിക്കപ്പെടും. ഉപയോക്താവിന്റെ പ്രസ്താവിച്ച പ്രായം യാഥാർത്ഥ്യമാണോ അതോ ഒരു പ്രത്യേക ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നതിന് അവർ ഉയർന്ന പ്രായം വ്യാജമായി നൽകുകയാണോ എന്ന് മനസ്സിലാക്കാൻ AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് മെറ്റയുടെ നീക്കം. ഉപയോക്താവിന്റെ ഫോട്ടോ, മുഖത്തിന്റെ സവിശേഷതകൾ, ആക്ടിവിറ്റി, ആപ്പിൽ ചിലവഴിച്ച സമയം എന്നിവ നോക്കിയാണ് AI ഇയാളുടെ പ്രായം കണക്കാക്കുന്നത്. ആരുടെയെങ്കിലും പ്രായത്തിൽ ഇൻസ്റ്റഗ്രാമിന് സംശയം തോന്നിയാൽ ഉപയോക്താവിന്റെ ഫേസ് സ്കാൻ അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും സർക്കാർ തെളിവ് ആവശ്യപ്പെടും. ഉപയോക്താവിന്റെ യഥാർത്ഥ പ്രായം 18 വയസ്സിന് താഴെയാണെന്ന് രേഖ കാണിക്കുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി ടീനേജ് അക്കൗണ്ടായി മാറും. ഇൻസ്റ്റയിലെ കൗമാരക്കാരുടെ അക്കൗണ്ട് പൂർണ്ണമായും സ്വകാര്യമാണ്. അതായത് ഉപയോക്താവിന്റെ പ്രൊഫൈല്, ഫോട്ടോകൾ, പോസ്റ്റുകൾ എന്നിവ അയാൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അയാൾ പിന്തുടരുന്ന ആളുകൾക്ക് മാത്രമേ ദൃശ്യമാകൂ. ഇതല്ലാതെ അജ്ഞാതരായ ആർക്കും കൗമാരക്കാർക്ക് ഒരു സന്ദേശവും അയക്കാൻ കഴിയില്ല. അതായത് ഉപയോക്താവിന്റെ പ്രൊഫൈൽ, ഫോട്ടോകൾ, പോസ്റ്റുകൾ എന്നിവ അയാൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ അയാൾ പിന്തുടരുന്ന ആളുകൾക്ക് മാത്രമേ ദൃശ്യമാകൂ. ഇതല്ലാതെ അജ്ഞാതരായ ആർക്കും കൗമാരക്കാർക്ക് ഒരു സന്ദേശവും അയക്കാൻ കഴിയില്ല. സെൻസിറ്റീവ് ഉള്ളടക്കത്തിൽ നിന്ന് അത്തരം അക്കൗണ്ടുകളെ ഇൻസ്റ്റഗ്രാം അകറ്റി നിർത്തുകയാണ്. വഴക്കുകൾ, വിദ്വേഷ പ്രസംഗം, സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും പോസ്റ്റുകളും വളരെ കുറച്ച് മാത്രമേ കാണിക്കൂ. ഇത് മാത്രമല്ല, ഒരു ടീനേജർ ഒരു ദിവസം 1 മണിക്കൂറിൽ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ ചിലവഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ അയക്കുകയും രാത്രി 10 മുതൽ രാവിലെ 7 വരെ സ്ലീപ്പ് മോഡ് ഓണാക്കുകയും ചെയ്യും. ഈ സമയത്ത് അവരുടെ ഉറക്കത്തെ ബാധിക്കാതിരിക്കാൻ നോട്ടിഫിക്കേഷനുകളൊന്നും ലഭിക്കില്ല. മാത്രമല്ല, കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കരുത് എന്ന് മെറ്റയും മറ്റ് സോഷ്യൽ മീഡിയ കമ്പനികളും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പ് സ്റ്റോറുകൾ ഉപയോക്താക്കളുടെ പ്രായം പരിശോധിക്കണമെന്ന് ഈ കമ്പനികളും ആഗ്രഹിക്കുന്നുണ്ട്. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അതുപോലൊരു മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയരുത് എന്നാണ് ഇതിന്റെ ലക്ഷ്യം. സമീപകാലത്ത് കുട്ടികളുടെ സുരക്ഷ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഈ പുതിയ AI സാങ്കേതിക വിദ്യയിലൂടെ കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷയിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ടീനേജറോ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെങ്കിൽ ഓർമ്മിക്കുക, കള്ളം പറഞ്ഞതുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് മുമ്പത്തെ പോലെ അത്ര എളുപ്പമാവില്ല.